ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള പച്ചമാങ്ങ എടുത്ത് തൊലി കളഞ്ഞ് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടെ മാങ്ങയുടെ കൂടെ നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളകാണ്. ഇപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള മുളക് മതി. എരിവില്ലാത്തതാണെങ്കിൽ ഒരു വലിയ പച്ചമുളക് നമുക്ക് എടുക്കാം. പിന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൂവാണ്ടമാങ്ങയാണ്. മൂവാണ്ടമാങ്ങ ഇനി കിട്ടാത്തവരാണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ ഏത് മാങ്ങ വെച്ച് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച മാങ്ങയും മുളകും ഇഞ്ചി എല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച ശേഷം അതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ജ്യൂസിന് കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അത് ലൂസാക്കി എടുക്കാം. ലൂസാക്കി എടുക്കുന്ന സമയത്ത് ഉപ്പും പഞ്ചസാരയും കുറവാണെങ്കിൽ നമുക്കത് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് മാത്രം ചേർത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങാ ജ്യൂസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഐസ് ക്യൂബ് ഇട്ട ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം. ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ. ബൈ ബൈ.